നമസ്കാരം, ഞാൻ വിനീത് മംഗലത്ത്. പൊളിറ്റിക്കൽ ആസ്ട്രോളജി, രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ആസ്ട്രോളജി. ഇതില് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങളാണ്: പ്രൈമറി ഫാക്ടർ, സെക്കൻഡറി ഫാക്ടർ. പ്രൈമറി ഫാക്ടർ, അതായത് ആദ്യം നമ്മൾ നോക്കുന്ന ഘടകമാണ്. ഏത് രാഷ്ട്രീയ നേതാക്കളെ എടുത്താൽ പോലും ആദ്യം നോക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് സൂര്യൻ. സൂര്യൻ ബലസ്ഥാനത്താണോ? അതായത് ആദിത്യന്റെ ആ ഒരു സ്ഥാനം, ഗ്രഹനിലയിലെ സ്ഥാനം നോക്കും. കവടി പ്രശ്നം വെച്ച് നോക്കുവാണെങ്കിൽ ആ സമയത്തുള്ള അതായത് ആരൂഢ ലഗ്നം വെച്ച് നോക്കുമ്പോൾ സൂര്യൻ ബലവാനാണോ എന്ന് നോക്കും, പ്രത്യേകിച്ച് പ്രവചനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ രണ്ടാമത് നോക്കുന്നതാണ് ശനി. ജനസമ്മതി നേടാനുള്ള, ജനങ്ങളുടെ ആ ഒരു അംഗീകാരം നേടിയെടുക്കാനുള്ള ആ ഒരു സ്ഥാനമാണ് ശനിയെ സൂചിപ്പിക്കുന്നത്. ശനി സ്ട്രോങ് ആയിരിക്കണം, ദോഷസ്ഥാനത്ത് നിൽക്കാൻ പാടില്ല. പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് 3, 11 ഭാവങ്ങളിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. 3-ലെ ശനി മുടിവെച്ച് വാഴും എന്നാണ് പറയുന്നത്. അപ്പം ശനിയുടെ സ്ഥാനം നോക്കാറുണ്ട്. പിന്നീട് നോക്കുന്നതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അതായത് മാർസ്, ചൊവ്വ പൂർണ്ണമായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ദുർഘട സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒക്കെ നല്ല സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാനും, അങ്ങനെ ഉള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ, നല്ല രീതിയിലുള്ള ഭരണ മികവ് കാര്യങ്ങൾ ഒക്കെ തീരുമാനിക്കുന്നത് കുജനാണ്. അതുപോലെ തന്നെ ലക്ഷറി ലൈഫിനെ സൂചിപ്പിക്കുന്നതാണ് ശുക്രൻ അനുഗ്രഹ സ്ഥാനത്താണോ എന്ന് നോക്കും. പ്രത്യേകിച്ച് മാളവ്യ യോഗമെല്ലാം ശുക്രന്റെ സ്വാധീനം കൊണ്ടാണ് വരുന്നത്. ശുക്രൻ അനുഗ്രഹ സ്ഥാനത്താണോ? ഇതെല്ലാം പൊതുവെ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പൊളിറ്റിക്കൽ ആസ്ട്രോളജിയുടെ പ്രൈമറി ഫാക്ടേഴ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. സെക്കൻഡറി ഫാക്ടേഴ്സിൽ വരുന്നതാണ് ബാക്കിയുള്ള ഗ്രഹസ്ഥിതികൾ. അതായത് രാഹുകേതുക്കൾ വരാം, അതുപോലെ തന്നെ ചന്ദ്ര സംബന്ധമായിട്ടുള്ള പൊസിഷൻ, അതുപോലെ തന്നെ വ്യാഴത്തിന്റെ അനുഗ്രഹസ്ഥിതി, പൊസിഷൻ എവിടെയാണ്, ഇതെല്ലാം സെക്കൻഡറി ഫാക്ടറിൽ വരുന്നതാണ്. അങ്ങനെ രണ്ട് ഘടകങ്ങളാണ് പൊളിറ്റിക്കൽ ആസ്ട്രോളജിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പം ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഡെപ്ത് ഒരുപാട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് പൊളിറ്റിക്കൽ ആസ്ട്രോളജി. ഇത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് എന്ത് പ്രശ്നവും ആയിക്കോട്ടെ, കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.